ശ്രീ രാജ്മോഹൻ, കീഴുദ്യോഗസ്ഥരുടെ തലയിൽ ഉത്തരവാദിത്തം കെട്ടിവെച്ച് ബോർഡിലെ ഉന്നതർക്ക് കൈ കഴുകാനാവില്ല. പ്രതിഷ്ഠയുടെ പവിത്ര വസ്തുക്കൾ അപഹരിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ ബോർഡിലെ ഓരോരുത്തർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റേതാണ് ഈ നിരീക്ഷണങ്ങൾ. SIT ഇടക്കാല റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും 2 അംഗങ്ങളുടെയും ദേവസ്വം കമ്മീഷണറുടെയും പങ്ക് ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാകുമല്ലോ കൊള്ളയിൽ നിലവിലെ ബോർഡിനടക്കം പങ്കുണ്ട് എന്ന ഒരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ, എങ്ങനെയായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശ്രീ അനിൽ നമ്പ്യാർ, ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അതൊരു ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട്, അതായത് ബ്ലാങ്കറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ് ഈ SITക്ക്. കാരണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അതാണ് നമ്മുടെ ബ്രൈറ്റർ സൈഡ്. ഇതിൻ്റെ സാധാരണ ഈ എന്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുന്നത് കേരള ഗവൺമെൻറ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഗവൺമെൻറ്റിൽ നിന്ന് മാറിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ക്ലോസ് മോണിറ്റർ ചെയ്യുന്നത്. അത് വലിയൊരു കാര്യമാണ്. കൂടാതെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കണിശമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഏതറ്റം വരെയും പോകാം. അതായത് ഈ 2 കേസിൽ മാത്രമല്ല ഉറച്ചു നിൽക്കേണ്ടത്, അതിൽ കൂടുതൽ ലാർജർ കോൺസ്പിറസി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതിലേക്ക് കൂടി പോകണം, അത് നിങ്ങൾക്ക് ഏതറ്റവും വരെ പോകാമെന്ന് പറയുന്നു. അപ്പോൾ അതൊരു ഒരു 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 ക്ലീൻ സ്ലേറ്റിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നത്. അത്രത്തോളം സപ്പോർട്ട് നമ്മുടെ ഹൈക്കോടതിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഒരു പോലീസ് ഓഫീസർക്ക് പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ഗ്രീൻ സിഗ്നൽ, ഗ്രേറ്റ് ഗ്രീൻ സിഗ്നലാണ്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകുക, ഏതറ്റം വരെ പോകാമെന്നാണ് പറയുന്നത്. അപ്പം ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തി പഠിപ്പിച്ചിട്ടുകൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഹൈക്കോടതി വളരെ സ്പെസിഫിക് ആയിട്ട് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സെക്ഷൻ 15 ഈ ട്രാവൻകൂർ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഉണ്ട്. അതിൽ സെക്ഷൻ 15 കൂട്ടുത്തരവാദിത്തമാണ് പറയുന്നത് ദേവസ്വം ബോർഡിന്. ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ മുതൽ അവിടുത്തെ ഏറ്റവും താഴെക്കടയിലെ ഉദ്യോഗസ്ഥരും കൂടി ഒന്നിച്ചാണ് ഇത് കൊണ്ടു നടക്കേണ്ടത്. അവരൊന്നിച്ച് കൊണ്ടുനടക്കുന്നത് മാത്രമല്ല, ഭഗവാന്റെ സ്വത്ത്, അതായത് ദേവസ്വത്തിന്റെ ബന്ധപ്പെട്ട സ്വത്തുകളൊക്കെ പരിപാലിക്കാൻ എല്ലാവർക്കും തുല്യ അവകാശമാണ്. അപ്പൊ അതിൽ വല്ല നഷ്ടവും വന്നാൽ ടോപ്പ് ടു ബോട്ടം റെസ്പോൺസിബിൾ ആണ്. ആ ആക്ട് ക്ലിയർ ആണ്. അതായത് നിങ്ങൾ ദേവസ്വം ബോർഡിലെ ചെയർമാനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ മെമ്പറോ അല്ലെങ്കിൽ അവിടെ ഒരാളെ ദേവസ്വം കമ്മീഷണറോ അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ നിയമം വെച്ചിട്ടാണ്, ഈ ആക്ട് വെച്ചിട്ടാണ്. അപ്പൊ സെക്ഷൻ 15 വളരെ ക്ലിയർ ആണ്. കൂടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്, ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമാണ്. എന്നാൽ നമ്മുടെ 2 കേസുകൾ മാത്രം മുന്നോട്ട് പോയാൽ പോരാ. ഈ 2 കേസുകളിൽ അന്വേഷണം അവിടെ നിൽക്കാതെ അതിൻ്റെ ലാർജർ കോൺസ്പിറസി ഞങ്ങൾ സസ്പെക്ട് ചെയ്യുമെന്ന് പറയുന്നു. അതായത് 2019 ഒരു ഇല്ലീഗൽ ആക്ട്, 2019 ഒരു ഓർഗനൈസ്ഡ് ലൂട്ട് മാത്രമല്ല, അതൊരു ഒരു എന്താ പറയേണ്ടത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് പ്ലണ്ടറാണ്, ലീഗൽ പ്ലണ്ടറാണ്. അതായത് നിങ്ങൾ ആരാണോ ഇത് കൊണ്ടു നടക്കേണ്ട ആൾക്കാർ, നിയമപരമായിട്ട് അവരെ ഏൽപ്പിച്ചൊരു സാധനം അവരത് ലൂട്ട് ചെയ്യാൻ കൂട്ടു നിൽക്കുകയാണ്. അപ്പം അങ്ങനെ 2019 ഒരു ലൂട്ടിങ്ങിനാണ്, ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിങ്ങിനെ അതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണോ 2025 ഈ ബോർഡും കൂടെ അതിൽ പ്രവർത്തിച്ചെന്ന് സംശയം പറയാണ്. അപ്പോൾ അതൊരു വലിയ സംശയമാണ്. അപ്പോൾ ആ ലാർജർ കോൺസ്പിറസി ആംഗിൾ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി സംശയിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതി സംശയം ദൂരീകരിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും ഈ SITക്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായും അത് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കൂടെ ലാർജർ കോൺസ്പിറസി, അത് ബോർഡ് ചെയർമാൻ ആണെങ്കിൽ ബോർഡ് ചെയർമാൻ, ബോർഡ് മെമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണർ ആണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇവരൊക്കെ ഉത്തരവാദി. അല്ല അതിൽ മുകളിലാണെങ്കിൽ, അതാണ് ഏതറ്റവും വരെ പോകണം. ലാർജർ കോൺസ്പിറസിയിൽ ഏതറ്റവും വരെ നിങ്ങൾക്ക് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബോർഡ് ചെയർമാൻ്റെ മുകളിൽ ആൾക്കാരുണ്ടോ, ഇനി വകുപ്പ് മന്ത്രി ഉണ്ടോ, അല്ല അതിന് മകളിൽ വേറെ ചില മാഫിയ ഗ്രൂപ്പ് ഉണ്ടോ? അതായത് ശബരിമലയെ കുറച്ച് കാലമായിട്ടൊരു മാഫിയ ഗ്രൂപ്പ് ശരിക്ക് ലിറ്ററലി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്.
അപ്പോഴവിടെ അവിടെ വരുന്ന ആൾക്കാർ അവിടുത്തെ VIP ദർശനം, അവിടുത്തെ സ്പെഷ്യൽ ദർശനം, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, ഈ കർണാടകയിലെയും തമിഴ്നാട്ടിലെ അന്ധരായ ഭക്തരെ, പണക്കാരായ അന്ധരായ ഭക്തരെ അവരെ ലൂട്ട് ചെയ്യുകയാണ് പലതരത്തിലും കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ മുന്നിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് കേരള ഗവൺമെൻറ് നമ്മൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റോ കീഴിലല്ല ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ക്ലോസ് മോണിറ്ററിംഗ് ആണ്. എന്ന് മാത്രമല്ല അതൊരു ഡിവിഷൻ ബെഞ്ചാണ് അത് ക്ലോസ് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഹൈക്കോടതിയോടാണ്. അപ്പോൾ ഹൈക്കോടതിക്കാണ് ക്ഷീണം. ഈ SIT ഇൻവെസ്റ്റിഗേഷനിൽ വല്ല അപാകതയും അല്ല, വല്ല ഷോർട്ട് കമ്മിങ് അല്ല, വല്ല ഒരു വീഴ്ച, ചെറിയ വീഴ്ച വന്നാൽ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബാധിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഹൈക്കോടതി അത്ര സീരിയസ് ആയിട്ടൊരു കാര്യത്തിൽ എന്തെങ്കിലും വെള്ളം ചേർക്കാനോ ഡയല്യൂട്ട് ചെയ്യാനോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടാതെ SITയുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, സൂപ്രണ്ട് ഓഫ് പോലീസ്, വളരെ ബാക്കി SP-മാരും ബാക്കി താഴെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ നല്ല ക്ലീൻ റെക്കോർഡുള്ള ഓഫീസേഴ്സാണ്. ദേ ആർ ഓൾ ഗുഡ് ഓഫീസേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ എലിജിബിലിറ്റിയും അവരെ കഴിവും പ്രാപ്തിയൊക്കെ ഉദ്യോഗസ്ഥന്മാർ ഏൽപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഹൈക്കോടതി അവരുടെ എല്ലാ സംശയങ്ങളെയും നിവർത്താം. എല്ലാ സംശയങ്ങളും ഈ സ്പെഷ്യൽ SITയോട് പറയാം. അത് ഡീറ്റെയിൽ ആയി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നിർദ്ദേശം കൊടുക്കാം. ആ നിർദ്ദേശം പൂർണ്ണമായും നമ്മുടെ SIT പാലിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല നാളെ ഒരു അന്വേഷണത്തിൽ വല്ല വീഴ്ചയും കണ്ടാൽ തീർച്ചയായിട്ടും ഹൈക്കോടതി ഇടപെടും. കാരണം ഇതിൽ വേറെ ഏജൻസിക്ക് പോകണം. ഇപ്പം നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞ മാതിരി വേറെ ഏജൻസിക്ക് പോകണമെങ്കിൽ തന്നെ ഇത് ഹൈക്കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ വേറെ ഏജൻസിക്ക് പോകാൻ പറ്റില്ല. വളരെ ക്ലിയർ ആണ്. കാരണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വളരെ ക്ലീൻ ആയിട്ട് നോക്കുകയാണ്. അപ്പം നാളെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സംശയം തോന്നിയാൽ ഇപ്പോഴത്തെ SIT പോരാ, അവർ ചില വീഴ്ചകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ചില ലാക്വിനാസ് ഉണ്ട്, അത് പ്രോപ്പറായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടില്ല, എന്തൊക്കെ വീഴ്ചകൾ ഞങ്ങൾ കാണുന്നുണ്ട്, ഇതിൽ ആരോ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഹൈക്കോടതി തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഹൈക്കോടതി CBI കൊണ്ടോ അല്ലെങ്കിൽ വേറെ ചില ഏജൻസി കൊണ്ട് അന്വേഷിക്കാൻ തീർച്ചയായും മുന്നോട്ട് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജ്മോഹൻ സാർ, നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമേ ഇതുവരെയായും SIT അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. നമുക്ക് അറിയാം ദേവസ്വം ജീവനക്കാർ പ്രതിസ്ഥാനത്ത് ഉണ്ട്. നേരിട്ടുള്ള ഇടപെടൽ, അതായത് മഹസറിൽ തെറ്റായി എഴുതിയ, സ്വർണം ചെമ്പാക്കി എഴുതിയവരൊക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് പോലും ഇതുവരെയായും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാലതാമസം ഉണ്ടാവുന്നത്? അപ്പോൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഊരിപ്പോകാൻ അവർ പല അടവുകളും പയറ്റും, നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു കാലതാമസം അതിലേക്കല്ലേ നയിക്കുന്നത്? അങ്ങനെയുള്ളവർക്ക് വളരെ കൗശലത്തോടെ ബുദ്ധി ഉപയോഗിച്ച് അവർക്ക് തെളിവുകൾ അവർക്ക് എതിരെയാക്കാനുള്ള ഒരു ശ്രമം നടത്താൻ ഈ ഒരു കാലയളവ് അത് ഉപകരിക്കില്ലേ? തീർച്ചയായിട്ടും ഈ ശ്രീ അനിൽ നമ്പ്യാർ സംശയം ന്യായമായ സംശയമാണ്, പൊതുസമൂഹത്തിന് സംശയമാണ് താങ്കൾ ചോദിച്ചത്. ഈ ഡിലേ വരുന്നത് കൊണ്ട് അവർക്ക് വല്ല ആക്ടിവിറ്റിയും നടത്തി അവരുടെ വല്ല ചേച്ചുമാറ്റി കളയാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ചോദിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ അന്വേഷണ ഏജൻസിക്ക് അവരുടേതായ ഒരു അന്വേഷണത്തിൻ്റെ ഒരു വേവ് ലെങ്ത്തും അന്വേഷണത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കും ഉണ്ടാകും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് പർട്ടിക്കുലർ ഓഫീസറും ആ ടീമുമാണ്. അവരെപ്പോഴും അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ അവരാ തീരുമാനിക്കുന്നത്. ഇറ്റ്സ് അവരെ പ്രൊറഗേറ്റീവാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അറസ്റ്റ് പോകണം. അപ്പോൾ അതൊക്കെ അവർ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഞാൻ കരുതുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിൽ ഇപ്പോഴത്തെ ഈ മുരാരി ബാബു എന്ന് പറയുന്നൊരു ക്യാരക്ടർ വളരെ ക്ലിയറാണ്. ഈ വാസു എന്ന് പറയുന്നൊരു ക്യാരക്ടർ വളരെ ക്ലിയറാണ്. അപ്പോൾ ഇവരൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുക, അവർക്ക് എന്താ നോട്ടീസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അക്യൂസ്ഡ് കോളത്തിലുള്ള ഒരാൾക്ക് നോട്ടീസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇവർ ചെയ്തിരിക്കുന്ന പല ഓഫൻസ് മോർ ദൻ 7 and 10 years ഒക്കെയാണ്. അപ്പോൾ 7 കൊല്ലത്തിന് താഴെയുള്ളൊരു ഒഫൻസ് മാത്രമേ പുതിയ ഈ BNSS മുഖാന്തരം കാരണം അങ്ങനെ നോട്ടീസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ അറസ്റ്റിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിൽ എന്തായാലും വേണ്ട, നേരിട്ട് വിളിപ്പിക്കാം, എനി സമയം അവർ അറസ്റ്റ് ചെയ്യാം.
പിന്നെ അവർ വല്ല തെളിവുകൾ നശിപ്പിക്കാൻ ശ്രദ്ധിച്ചാൽ അത് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. കാരണം എല്ലാ പ്രതികളും അവർ രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങളും ഉപയോഗിക്കും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സൊക്കെ ട്രാപ്പായിരിക്കുകയാണ്. കാരണം എവിഡൻസ് ഒക്കെ വളരെ ക്ലിയറായ ഡോക്യുമെൻ്ററി എവിഡൻസ് ഈസ് വളരെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, ബാക്കി കാര്യങ്ങൾ ഒരുപാട് എവിഡൻസുകളുണ്ട്. അപ്പോൾ എവിഡൻസ് ഒക്കെ ആകുമ്പോൾ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ എവിഡൻസ് ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചാൽ അതും കൂടി ഒരു എവിഡൻസായി മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ മണ്ടത്തരം ചെയ്യും ചില സമയം. ആ മണ്ടത്തരം ചെയ്താൽ അതുകൂടി അന്വേഷണത്തിന് സഹായിക്കുന്ന തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനും അന്വേഷണത്തിലെ അവിടുത്തെ ടീം ലീഡറുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നോ നാളെയോ അല്ലെങ്കിൽ വളരെ സമീപഭാവിയിൽ തന്നെ അറസ്റ്റുകളൊക്കെ ഉണ്ടാകും. കാരണം ഇതുവരെ ഈ പ്രോപ്പർട്ടി കണ്ടെത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസിൽ. ഈ കേസിൽ നഷ്ടപ്പെട്ട പ്രോപ്പർട്ടി, അതായത് മിസ്അപ്രോപ്രിയേറ്റ് അല്ല, ഈ പോറ്റിയെ തെളിവെടുപ്പിന് പോലും കൊണ്ടുപോയിട്ടില്ല. പോറ്റിയെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെന്നൈയിലും അതുപോലെ ബംഗളൂരുവിലും ഹൈദരാബാദിലും ഒക്കെ എത്തിച്ച് തെളിവെടുക്കും എന്ന സൂചന നൽകിയിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പക്ഷേ പോറ്റിയെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയിട്ടില്ല ഇതുവരെയായും. മാത്രമല്ല കസ്റ്റഡി കാലാവധി 15 ദിവസമാണ്. ഇല്ല, അതെ 30 ഡേയ്സേ ഉള്ളൂ. പക്ഷെ അത് കാര്യമില്ല. കാരണം ഇനിയും ഒരു 30 ഡേയ്സ് വാങ്ങിക്കേണ്ട സ്കോപ്പ് ഉണ്ട്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു കേസുകളുണ്ട്. ഇപ്പോൾ ഒരു കേസിലാണ് കസ്റ്റഡി വാങ്ങിച്ചിരിക്കുന്നത്. അതെല്ലാം ഒരു ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് ആണ്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ പൊതുസമൂഹത്തിൽ സംശയങ്ങൾ വരാതെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകണം. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് സാധാരണ ഒരു കൊലക്കേസല്ല, സാധാരണ ഒരു കേസല്ല. ഇത് നമ്മളൊക്കെ, അതായത് ഈ ഭക്തി ആരൊക്കെയാണ് ഈ അയ്യപ്പൻ്റെ ഭക്തന്മാരെ നമുക്കാർക്കും അറിയാൻ പറ്റില്ല. ലോകം മുഴുക്ക നിരന്നു കിടക്കുന്ന അയ്യപ്പനും അയ്യപ്പനായി ബന്ധപ്പെട്ട ഭക്തിയും കാര്യങ്ങളൊക്കെ, ഭക്തി കൾട്ട്, അതായത് മനുഷ്യന്റെ വിശ്വാസം, ആ വിശ്വാസത്തിനെ കുറിച്ചിട്ടുള്ള അത് ലൂട്ട് ചെയ്തിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ്. ആരാണ് ഏൽപ്പിച്ചത്? സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സംരക്ഷിക്കുന്ന ആൾക്കാരെ തന്നെ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ എല്ലാ ചിത്രവും വരച്ചിരിക്കുകയാണ് അവർ. അപ്പം രചിച്ചിരിക്കുകയാണ് ആ ഒരു തിരക്കഥ. അപ്പൊ അത് പ്രകാരമാണ് ലൂട്ടിങ് നടന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു കേസുകളിൽ പൊതുസമൂഹത്തിന്റെ താല്പര്യം കൂടി, അതായത് ഗാലറിക്ക് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഗാലറിയെയും കൂടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മനസ്സിൽ കരുതുന്നത് നല്ലതാണ്. കാരണം യഥാസമയം അവർ അത് നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ചെറിയ സംശയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും സംശയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഡ്രോബാക്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലാക്കുനാസോ സ്പെസിഫിക്കായി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതി അത് വേറെ ഏജൻസിക്ക് കൊടുക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ. കാരണം ഹൈക്കോടതിയൊക്കെ വളരെ 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 കെയർഫുള്ളായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് നോക്കുന്ന ഒരു കേസാണിത്. കാരണം അത്രത്തോളം നഷ്ടമാണ് ഭഗവാൻ അയ്യപ്പന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവരും കൂടി നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ സമയത്ത് അതിൻ്റെതായ കാര്യങ്ങളും അതിൻ്റെതായ അറസ്റ്റും നടക്കും. നമുക്ക് വരുന്ന ആളുകളെല്ലാം കാണാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.